നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണിൽ ആഘോഷക്കാലം, വിണ്ണിൽ വിസ്മയ കാഴ്ചകൾ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരി. പണം തട്ടുന്ന പാടശേഖര സമിതി. ഒരു നെല്ലും മീനും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ മത്സ്യകൃഷിയുടെ പണം പാടശേഖര സമിതി പങ്കിട്ടെടുത്തതായി പരാതി. എന്റെ കുട്ടനാട്. കുട്ടനാട്ടുകാരായ മറുനാടൻ മലയാളികൾ ഒന്നിച്ചു. ന്യൂ മുംബൈയിൽ എന്റെ കുട്ടനാട് കലാ സാംസ്കാരിക സംഘടന ജനിച്ചു. വാർത്തകൾ വിശദമായി. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ഓർമ്മ പെരുന്നാളാണ് ക്രിസ്മസ്. ആ ഓർമ്മയുടെ നക്ഷത്ര വിളക്കുകളാണ് ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ കണ്ണിലും മനസ്സിലും പൂമുഖത്തും തിളങ്ങി നിൽക്കുന്നത്. ഭൂമിയിൽ ദുർബലർക്കും അശരണർക്കും വേണ്ടി യാതനകൾ നയിച്ച് മരണം വരിച്ച മനുഷ്യപുത്രൻ നമ്മുടെ മനസ്സിലും ഉയർത്ത് എണീക്കട്ടെ. ആഘോഷങ്ങൾക്കെല്ലാം അപ്പുറത്ത് ക്രിസ്മസ് എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? കൊട്ടിയടക്കപ്പെട്ട സത്രങ്ങളുടെ മുമ്പിൽ നിന്ന് രാപ്പാർക്കാൻ ഒരിടം തേടി വഴിനീളെ അലഞ്ഞ ഒരു മാതാവിന്റെ ഓർമ്മ അതിൽ നിറയുന്നു. ആ അർത്ഥത്തിൽ ക്രിസ്മസ് അഭയാർത്ഥികളുടെയും കഷ്ടാനുഭവത്തിന്റെയും ഉത്സവം കൂടിയാണ്. ക്രിസ്മസ് ലോകത്തിലെ എല്ലാ പുൽക്കൂടുകളിലെയും ഉണ്ണികളുടെ ഉത്സവമാണ്. ആഘോഷിക്കാൻ നക്ഷത്ര വിളക്കുകളും പുൽക്കൊടിലുകളും ഇല്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. താലിബാൻ ഭീകരതയുടെ ഇരകളായി പാകിസ്ഥാനിലെ പെഷർവാർ സൈനിക സ്കൂളിൽ നടന്ന കൂട്ടക്കുരുതിയിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ സഹോദരങ്ങളുടെ രക്തപങ്കിലമായ ഓർമ്മകളിലാണ് ഇക്കുറി ക്രിസ്മസ്. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴാത്ത, അച്ഛനമ്മമാരുടെയും അശരണരുടെയും വിലാപമുയരാത്ത ഒരു ലോകം. ആ സ്വപ്നത്തിലേക്കുള്ള സഞ്ചാരമായിരുന്നു മനുഷ്യപുത്രന്റെയും. ജാതിമത ഭേദ ചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്ന ലോകം. അശരണരും ആലംബഹീനരുമായവർക്കിടയിൽ നിന്നും ചിരി ഉയരുന്ന കാലം. അങ്ങനെ ഒരു നന്മയുടെ ലോകമൊരുക്കുന്നതിനുള്ള പ്രചോദനമാവട്ടെ തിരപ്പുറവയുടെ ഓർമ്മകൾ. എല്ലാ മാന്യപ്രേക്ഷകർക്കും KCV ന്യൂസിന്റെ ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ. ഒരു നെല്ലും മീനും പദ്ധതിയിലൂടെ ലഭിച്ച പണം പാടശേഖര സമിതി തട്ടിയതായി പരാതി. വെളിയനാട് കൃഷിഭവന് കീഴിൽ വരുന്ന തൈപ്പറമ്പ് തെക്ക പാടശേഖരത്തെ കർഷകരാണ് പാടശേഖര സമിതിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട തൈപ്പറമ്പ് തെക്ക് പാടശേഖരത്ത് 2 വർഷങ്ങളായി അഡാക്കിന്റെ ഒരു നെല്ലും മീനും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എന്നാൽ 2 വർഷമായി പാടശേഖരത്ത് മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കർഷകരുടെ കൈകളിൽ എത്താറില്ല. നമുക്കൊരു ആനുകൂല്യം കൃഷിക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇനി അത് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാടം അനുഭവിച്ച് പോകത്തുള്ളൂ. നമ്മൾ അതുപോലെ താഴ്വ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ കൃഷി ഇറക്കിയപ്പോൾ തന്നെ ഇവിടെ ഇലപ്പേനും മറ്റതും മറിച്ചതും പുളിയും എല്ലാം ഇളകി കർഷക തൊഴിലാളിക്കായും ഇഷ്ടം പോലെ കാശ് ചെലവായിക്കൊണ്ടിരിക്കുക. പദ്ധതി നടപ്പാക്കിയ എല്ലാ പാടശേഖരങ്ങളുടെയും പുറംബണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തൈപ്പറമ്പ് തെക്ക് പാടശേഖരത്ത് പുറംബണ്ട് ബലപ്പെടുത്തുന്നതിനായി 1 രൂപ പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. പക്ഷേ ഈ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് ഈ പാടശേഖരത്തെ കൃഷിക്കാരെ ഉദ്ദേശിച്ചത് ഒരു നെല്ലും മീനും പദ്ധതിയിൽപ്പെടുമ്പോൾ പാടശേഖരത്തിന്റെ പുറംബണ്ടുകൾ ബലപ്പെടും, അതിലൂടെ കർഷകർക്ക് 2ാം കൃഷി ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പാടശേഖരത്തെ കൃഷിക്കാർ മത്സ്യകൃഷിക്ക് തയ്യാറായത്. പക്ഷേ കഴിഞ്ഞ ടൈമിൽ യാതൊരു ബണ്ട് സംരക്ഷണവും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കക്ക പാടശേഖരത്ത് വിതരണം ചെയ്യേണ്ടതുണ്ട്. ഈ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്ക് പാടത്ത് പുളി ഉണ്ടാകുന്ന രീതിയിൽ, പുളിക്ക് മാറ്റം വരുന്ന രീതിക്ക് കക്ക ഇടുന്ന പ്രവണത ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വർഷം ഇവിടെ ഈ പാടം താമസിക്കുകയും ചെയ്യില്ലായിരുന്നു, പുളി ഇളകുന്ന ഒരവസ്ഥ പാടത്തുണ്ടായില്ലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പുളി ബാധിച്ച പ്രദേശമാണ് ഈ റോഡിന് സൈഡിൽ. കാരണം ഇവിടുത്തെ കർഷകർക്ക് ഒരു നല്ല രീതിയിലുള്ള വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. കാരണം ഏറ്റവും മുന്നിൽ പോകുന്ന പാടമായിരുന്നു. ഈ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് ഈ പാടം ഏറ്റവും പിന്നോക്കം പോയിരിക്കുകയാണ്. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് താമസിച്ചതിനാൽ ഈ വർഷത്തെ പുഞ്ചകൃഷി ഇറക്കിയത് വളരെ താമസിച്ചാണ്.
പാടശേഖര സമിതിയുടെ മത്സരം കാരണം പാടശേഖരത്തെ കളകളിർപ്പിക്കുകയോ പുളിയിളക്കുന്നതിനായി കക്ക വിതറുകയോ ചെയ്തിട്ടില്ല. വിതയ്ക്ക് ശേഷം പാടശേഖരത്തെ പുളിയിളകിയതിനാൽ നെൽച്ചെടികൾ അവിഞ്ഞു താഴുകയാണ്. 470 ഏക്കർ വരുന്ന പാടശേഖരത്തെ നെൽച്ചെടികൾ നശിക്കുമ്പോഴും വെളിയനാട് കൃഷി ഓഫീസർ പാടശേഖരത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കർഷകർ ആരോപിച്ചു. ഈ പാടശേഖരത്തെ കിട്ടിയിരിക്കുന്ന പണം ആരെടുത്തു? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ലാഭം കിട്ടിയിട്ടില്ല. അത് പാടശേഖര സമിതി എടുത്ത് മറിച്ചിട്ടുണ്ട്. സമിതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ കണ്ട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണക്കിനെക്കുറിച്ച് ചൊല്ലിയിട്ടോ ഒന്നുമില്ല. എല്ലാവരും പറയുന്നു അവർ കഴിഞ്ഞ തവണ പൊതുയോഗം കൂടിയപ്പോൾ അവർ കുറെ താല്പര്യപ്പെട്ട കുറെ ആൾക്കാർ മാത്രം ഒന്ന് പൊതുയോഗം കൂടി അത് പൊതുയോഗം പാസ്സാക്കി അങ്ങനെ വിടുമായിരുന്നു. പാടശേഖരത്ത് കഴിഞ്ഞ 2 സീസണുകളിലായി നടത്തിയ മത്സ്യകൃഷിയുടെ ലാഭം ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരത്തിനായി ഒരുങ്ങുകയാണ് പാടശേഖരത്തെ കർഷകർ. KCV ന്യൂസ്, കിടങ്ങറ. പ്രവാസി കൂട്ടായ്മയിൽ കുട്ടനാട്ടുകാർ. മുംബൈയിലെ കുട്ടനാട്ടുകാർ ഒത്തുചേർന്ന് രൂപം നൽകിയ എന്റെ കുട്ടനാടെന്ന കലാസാംസ്കാരിക സന്നദ്ധ സംഘടനയ്ക്ക് തുടക്കമായി. നവി മുംബൈയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP എന്റെ കുട്ടനാടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കൃത പാരമ്പര്യത്തിൽ ചാവറേച്ചൻ തുടങ്ങിവെച്ച ഭാഷാ നൈർമല്യത്തെ സ്നേഹിച്ചുകൊണ്ട് പിന്നീട് വന്ന ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും ചെയ്ത സാമൂഹിക പരിഷ്കർത്തത്തെ സമാദരിച്ചുകൊണ്ട് കുട്ടനാടിന്റെ പെരുമ മറുനാടൻ വേദികളിൽ ഉയർത്തിക്കാട്ടുക, പൈതൃകത്തിന്റെ വഴിയെ പുതുതലമുറയെ കൈപിടിച്ചു നടത്തുക, മഹാനഗരത്തിന്റെ നടുമുറ്റത്ത് പ്രവാസികളായ കുട്ടനാടൻ ജനതയുടെ കൂട്ടായ്മയായി ഉയരുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രൂപീകൃതമായ എന്റെ കുട്ടനാട് മുംബൈ എന്ന സംഘടനയ്ക്ക് തുടക്കമായി. സംഘടനയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നവി മുംബൈയിലെ അഗ്രിക്കോളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന വിപുലമായ ചടങ്ങിൽ കുട്ടനാടിന്റെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. വൈകാരിക സംസ്കൃതിയിൽ ഒന്നായി ചേരാനുള്ള പ്രവണത ഏറ്റവും കൂടുതലുള്ള സമൂഹമാണ് കുട്ടനാടൻ ജനതയെന്നും മുംബൈയിലെ കുട്ടനാടൻ ജനത ആ സംസ്കൃതിയെ ഓർത്തെടുത്തുവെന്നും ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കവിയും തിരക്കഥാകൃത്തുമായ ശ്രീ BR പ്രസാദ് അനുസ്മരിച്ചു. ബോംബെ എന്ന മഹാനഗരത്തിൽ നമ്മൾ ജനിച്ചു വീണ മണ്ണിന്റെ പേരിൽ ഒരു സംഘടന രൂപീകൃതമാകുന്ന ഈ വേളയിൽ അതിന്റെ ഭാഗമായി തീരുവാൻ സാധിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്ന് കൈരളി TVയിലെ അംചി മുംബൈ എന്ന പരിപാടിയുടെ അവതാരകനും സിനിമാ താരവുമായ ശ്രീ JP തകഴി തന്റെ ആശംസാ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. 2002 തന്റെ ആദ്യ ഏഷ്യൻ ഗെയിംസിന് ശേഷം സ്വർണം നേടുവാൻ 2010 വരെ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നുവെന്നും ഈ കാലയളവിൽ തന്നോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മറ്റു മേഖലകളിലേക്ക് പോയിട്ടും നീണ്ട 8 വർഷക്കാലം പ്രതീക്ഷയോടെ താൻ കാത്തിരുന്നത് ദൈവവിശ്വാസവും അതുപോലെ ഒരു കുട്ടനാട്ടുകാരന്റെ ആത്മവിശ്വാസവും കൈമുതലായി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമായിരുന്നുവെന്ന തന്റെ അനുഭവം കരസേനയിൽ ലഫ്റ്റനന്റായി സേവനമനുഷ്ഠിക്കുന്ന അർജുന അവാർഡ് ജേതാവായ തൊഴിൽ താരം ശ്രീ സജി തോമസ് തന്റെ ആശംസാ പ്രസംഗവേളയിൽ സദസ്യരുമായി പങ്കുവച്ചു. തുടർന്ന് നടന്ന സംഗീത വിരുന്നും കലാപരിപാടികളും ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. റോഡ് സുരക്ഷ എന്നത് ഒരു സന്ദേശമല്ലെന്നും അത് ജീവിതചര്യയാക്കണമെന്നും ദക്ഷിണമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രവീന്ദ്രനാഥ്. കുട്ടനാട് ജോയിന്റ് RT ഓഫീസിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനുവരി 11 മുതൽ 17 വരെ സംസ്ഥാനത്ത് ഒട്ടാകെ റോഡ് സുരക്ഷാ വാരമായി ആചരിക്കുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ കുട്ടികളിലും റോഡ് സുരക്ഷാ ബോധവത്കരണത്തിനായി ഓട്ടംതുള്ളൽ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഇതുവഴി വരും തലമുറയ്ക്ക് റോഡ് സുരക്ഷാ സന്ദേശം നൽകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്രാവശ്യം റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്നത് ജനുവരി 11 മുതൽ 17 വരെ ഒരാഴ്ചത്തേക്കാണ്. ഈ റോഡ് സുരക്ഷാ വാരത്തിൻ്റെ സ്ലോഗൻ റോഡ് സേഫ്റ്റി ഈസ് നോട്ട് എ സ്ലോഗൻ, റോഡ് സേഫ്റ്റി ഈസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ള ഒരു സ്ലോഗനാണ് ഇപ്രാവശ്യം മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്നത്. അതൊരു ജനങ്ങൾക്ക് സെക്കൻഡ് ടു നേച്ചർ എന്ന ലെവലിലോട്ട് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പല രീതിയിൽ അവർക്ക് ബോധവൽക്കരണമുണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അതുപോലെ ധാരാളം കലാ രൂപങ്ങളിലൂടെ തന്നെ റോഡ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുവാനുള്ള രൂപരേഖ ആയിക്കഴിഞ്ഞു. കുട്ടനാട് ജോയിന്റ് RTO AK ദിലു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുബി S, പ്രവീൺ CV, അഭിലാഷ് സദാനന്ദൻ, ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് 13 പരിപാടികൾക്ക് രൂപം നൽകിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കോട്ടയം KSRTC ബസ് ടെർമിനൽ, ആധുനിക ഗ്യാരേജ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമങ്കരി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ ട്രഷറിയും പരിസരവും ശുചിയാക്കി. ശുചിത്വ ഭാരതം സുന്ദര ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ ഓഫീസ് പരിസരം വൃത്തിയാക്കിയത്. NSS പ്രോഗ്രാം കോർഡിനേറ്റർ KR സതീഷ് കുമാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാട് പിടിച്ചു കിടന്ന ട്രഷറി പരിസരമാണ് വിദ്യാർത്ഥികൾ ശുചിയാക്കിയത്.
ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളുടെയും വാസസ്ഥലമായിരുന്ന ഇവിടം ട്രഷറിയിലെത്തുന്ന വൃദ്ധർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ തന്നെ നന്നേ ബുദ്ധിമുട്ട് ഉളവാക്കിയിരുന്നു. അരുൺ ഭാസ്കർ, NSS സ്കൂൾ പ്രിൻസിപ്പാൾ ജീജ കെ നായർ, ബീന ശങ്കർ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് കൊടുപ്പന ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് നടന്നുവരുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി ഉദ്ഘാടനം ചെയ്യും. എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷയാകും. രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ മുഖ്യ പ്രഭാഷണം നടത്തും. രാമഗിരി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ശുചിത്വ ഭാരതം സുന്ദര ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ രാമഗിരി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ എടത്തുവ ഗ്രാമപഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിൽ, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ക്ലീനിങ് ക്യാമ്പയിന് നടത്തുകയാണ്. K. കരുണാകരൻ സ്റ്റഡി സെന്റർ കുട്ടനാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ ചരമദിനാചരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ദിശാബോധത്തോടെയും ദീർഘവീക്ഷണത്തോടെയും ഭരണം നടത്തിയ വ്യക്തിയായിരുന്നു K. കരുണാകരൻ എന്ന് അലക്സ് മാത്യു പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃദ്ധ മാതാപിതാക്കൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകി ആദരിച്ചു. അച്ഛൻകുഞ്ഞ് അമ്മനാപ്പള്ളി, EV കോമളവല്ലി, വിജയകുമാര കൈമൾ, മനോജ് കുമാർ P. മധുസൂദന പണിക്കർ, ജോയ് ജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരിയിൽ നടന്ന K. കരുണാകരൻ അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. KP സോമനാഥൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് MN ചന്ദ്രപ്രകാശ്, D. ലോനപ്പൻ, സന്തോഷ് പട്ടണം, TP ബാബുരാജ്, PR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തവണത്തെ ക്രിസ്മസ് താറാവ് കർഷകർക്ക് കണ്ണീരിൽ കുതിർന്നതാണെങ്കിൽ ആട് മത്സ്യവിപണിക്കാർക്ക് ഇത് കൊയ്ത്തുകാലമാണ്. പക്ഷിപ്പനി മൂലം ആയിരക്കണക്കിന് താറാവുകളെ കൊന്നൊടുക്കിയ കുട്ടനാട്ടിൽ ഈ ക്രിസ്മസ് താറാവ് കർഷകർക്ക് ദുരിതപൂർണമാണ്. സർക്കാർ പ്രഖ്യാപിച്ച തുക ഒട്ടുമിക്ക കർഷകർക്കും ലഭിക്കാത്തതും താറാവ് വാങ്ങാൻ ആവശ്യക്കാർ കുറഞ്ഞതുമാണ് താറാവ് കർഷകരെ വലച്ചത്. എന്നാൽ ആട്, പോത്ത് ഇറച്ചികൾക്ക് ആവശ്യക്കാർ ഏറിയതുമൂലം പലപ്പോഴും ആവശ്യക്കാർക്ക് നൽകാൻ പോലും കച്ചവടക്കാർക്ക് കഴിയുന്നില്ല. മത്സ്യവിപണിയും സജീവമാണ്. വില അല്പം കൂടുതലാണെങ്കിലും സാരമില്ല, മാംസമില്ലെങ്കിൽ അല്പം മത്സ്യം മതി എന്ന നിലപാടിലാണ് ഉപഭോക്താക്കൾ. പക്ഷിപ്പനി ഉണ്ടായ സാഹചര്യത്തിൽ വില കുറഞ്ഞ കോഴിക്ക് ഇപ്പോൾ 90 രൂപയാണ് വില. താറാവ് ആരും വാങ്ങുന്നില്ല. പക്ഷെ താറാവിന് പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിൽ തന്നെ മനുഷ്യനെ വാങ്ങാൻ പേടിയായിരുന്നു. ഏതാണ് ഇപ്പം കൂടുതൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം മീനാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. മീനും ബീഫിനും മട്ടനും വില കൂടിയിട്ടുണ്ടോ? എല്ലാത്തിനും വില കൂടി. മട്ടന് വില കൂടി. മട്ടൻ വേണമെങ്കിൽ കിട്ടാനില്ല, പോത്ത് കിട്ടാനില്ല, നല്ല പോത്ത് കിട്ടാനില്ല. ഇങ്ങനെയൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾ നടക്കുന്നത്. പിന്നെ മീനും വില കൂടുന്നു. പക്ഷിപ്പനി പേടി മാറ്റാൻ സൗജന്യമായി താറാവും കോഴിയും കറിവെച്ച് നൽകിയപ്പോൾ കഴിക്കാനെത്തിയവർ പോലും വില കൊടുത്തു വാങ്ങാൻ എത്താത്തത് ഈ മേഖലയിലെ കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് KCV. ഗുരുധർമ്മ പ്രചരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 82ാമത് ശിവഗിരി തീർത്ഥാടനം വ്യാഴാഴ്ച രാവിലെ ചങ്ങനാശ്ശേരി പെരുന്ന വഴി 10-ന് കിടങ്ങറയിൽ എത്തിച്ചേരും. തീർത്ഥാടന പദയാത്രാ സ്വീകരണത്തിന് മുന്നോടിയായി നടക്കുന്ന പൊതുസമ്മേളനം ഗുരുപ്രസാദ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല.
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. പുളുങ്ങുന്ന യുവജന സ്വാശ്രയ സംഘത്തിന്റെ 10ാം വാർഷികവും കുടുംബ സംഗമവും ഞായറാഴ്ച വൈകിട്ട് 5-ന് നടക്കും. പുളുങ്ങുന്ന വികാസ് വേദി ക്ലബ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് മെമ്പർ മിനി ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ നടന്നു. ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും സുരക്ഷയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ആലപ്പുഴ ജില്ലാ ജഡ്ജി മേരി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി നജീബ്, അഡ്വക്കേറ്റ് ബി ലില്ലിക്കുട്ടി, രവി പാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, സയന്റിഫിക് ആയിട്ട് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കിന്ന് മെച്ചപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാം. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് പണ്ടത്തെ പോലെ ഇല്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്നെ പോലെയുള്ളവരുടെയൊക്കെ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കെയറും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം പുളിമൂട്ടിൽ ട്രേഡ് സെന്ററിൽ നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയാന മാസുരോ നിർവഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ എൻ സരസ്വതി അധ്യക്ഷത വഹിച്ചു. കല്ലേലി രാഘവൻ പിള്ള, മൈഥിലി പത്മനാഭൻ, KG വിജയകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. അന്ന് മുതൽ തന്നെ നമ്മൾ ദിനാചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും നമുക്ക് ഉപഭോക്താക്കളെ കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഉപഭോക്താക്കളിൽ നിന്നും അവരുടെ പരാതികൾ ശേഖരിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട മാർഗങ്ങളൊക്കെ ചിന്തിച്ച് അതിന് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങളും ശേഷിയുള്ള നടപടികളൊക്കെ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് സ്വന്തം ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഭാരതീയ ദളിത് അക്കാദമിയുടെ ദാദാ സാഹിബ് ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡിന് ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ അർഹനായി. സാമൂഹ്യരംഗത്ത് മികവ് തെളിയിക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഡോക്ടർ അംബേദ്കർ അവാർഡ്. ദളിത് സാഹിത്യ അക്കാദമി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബേബി പാറക്കാടൻ അവാർഡ് ഏറ്റുവാങ്ങി. ചങ്ങനാശ്ശേരി പൊടിപ്പാറ പള്ളിയിലെ പുൽക്കൂട് നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ട് വേറിട്ട കാഴ്ചയാവുന്നു. ഇടവകയിലെ 35ഓളം അംഗങ്ങൾ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് മരക്കുറ്റിയിൽ തീർത്ത പുൽക്കൂട് നിർമ്മിച്ചത്. ബൈബിൾ വാക്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പുൽക്കൂട് ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. മരക്കുറ്റിയിൽ നിന്നും പുതുജീവൻ മുളയ്ക്കും എന്ന ആശയം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾക്കുമേൽ വിജയം നേടാൻ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് കഴിയും എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. പൊടിപ്പാറ യുവദീപ്തി KCVMന്റെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. ഏകദേശം 2 ആഴ്ച കാലഘട്ടം എടുത്തു ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കുവാൻ. മെയിനായിട്ടും ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ജോസ് മുകളേന്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊരാശയം മുമ്പോട്ട് വന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ജെസ്സയുടെ കുറ്റി ഉണ്ടാക്കുവാൻ തീരുമാനിച്ചത്. ഇതിനെ മെയിനായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ചാക്കും പിന്നെ കയറിന്റെ മാറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കയറിന്റെ മാറ്റിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് അതിൽ പെയിന്റ് അടിച്ചാണ് ജെസ്സയുടെ കുറ്റി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മല ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ടും ചാക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ചാണ്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ഇനി ചരമ വാർത്തകൾ. മാമ്പുഴക്കരെ നെടുമ്പ്ലാക്കൽ ശ്രീധരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുന്നങ്കരി തെക്കേ മൂത്തേരിയിൽ ദാക്ഷായണി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുന്നങ്കരി പുലിമുട്ടൽ വർഗീസ് മത്തായി നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണിൽ ആഘോഷക്കാലം, വിണ്ണിൽ വിസ്മയ കാഴ്ചകൾ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരി.
പണം തട്ടുന്ന പാടശേഖര സമിതി. ഒരു നെല്ലും മീനും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ മത്സ്യകൃഷിയുടെ പണം പാടശേഖര സമിതി പങ്കിട്ടെടുത്തതായി പരാതി. എന്റെ കുട്ടനാട്. കുട്ടനാട്ടുകാരായ മറുനാടൻ മലയാളികൾ ഒന്നിച്ചു. ന്യൂ മുംബൈയിൽ എന്റെ കുട്ടനാട് കലാ സാംസ്കാരിക സംഘടന ജനിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.